നമസ്കാരം, താടായി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഭൂപടം തന്നെ മാറാൻ പോകുന്നുവോ? മൂവാറ്റുപുഴ ജില്ല രൂപീകരണം പരിഗണനയിലാണെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. മൂവാറ്റുപുഴയ്ക്ക് പിന്നാലെ തിരൂരും നെയ്യാറ്റിൻകരയിലും പുതിയ ജില്ലകളാകുമെന്ന അഭ്യൂഹം കൂടി ശക്തമായതോടെയാണ് 14 നിന്ന് 17ലേക്ക് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം ഉയരുമോ എന്നത് പ്രധാന ചോദ്യമായി മാറിയത്. മൂവാറ്റുപുഴ ജില്ല വന്നാൽ മധ്യ കേരളത്തിന്റെ ഭരണഭൂപടത്തിൽ വലിയ മാറ്റമുണ്ടാകും. മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം ഉൾപ്പെടെയുള്ള മേഖലകളെ കൂട്ടിയിണക്കിയാണ് പുതിയ ജില്ലയുടെ ആലോചന. തൊടുപുഴയെ കൂടി ഉൾപ്പെടുത്തുമോ എന്നതും നിർണായകമാണ്. അതേസമയം മലപ്പുറം വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ്. തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, പൊന്നാനി ഉൾപ്പെടെയുള്ള മേഖലകൾ പുതിയ ജില്ലയിൽ വന്നേക്കുമെന്നാണ് സൂചന. തീരദേശ വികസനത്തിനും തുറമുഖ ടൂറിസം സാധ്യതകൾക്കും പുതിയ ജില്ല വലിയ മാറ്റമുണ്ടാകുമെന്ന വാദവും ശക്തമാണ്. ഇതിനൊപ്പം തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലകളെ ഉൾപ്പെടുത്തി നെയ്യാറ്റിൻകര ആസ്ഥാനമായി പുതിയ ജില്ലയെന്ന ചർച്ചയും സജീവമാണ്. പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, കോവളം തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ജില്ല വന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇത് വെറും ഭരണപരമായ മാറ്റമല്ല, രാഷ്ട്രീയമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നീക്കമാണ്. പുതിയ ജില്ലകൾ വന്നാൽ പുതിയ കളക്ടറേറ്റുകൾ, പോലീസ് ആസ്ഥാനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, താലൂക്കുകൾ, ഒപ്പം പുതിയ ഭരണ കേന്ദ്രങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളും രൂപപ്പെടും. വർഷങ്ങളായി രാഷ്ട്രീയ വിവാദങ്ങളെ ഭയന്ന് മാറ്റിവെച്ചിരുന്ന ജില്ലാ വിഭജന ചർച്ചയാണ് ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. എന്നാൽ അന്തിമ തീരുമാനം എങ്ങനെയായിരിക്കും? ഏത് പ്രദേശങ്ങൾ പുതിയ ജില്ലകളിൽ ഉൾപ്പെടും? മൂവാറ്റുപുഴയ്ക്ക് പിന്നാലെ തിരൂരും നെയ്യാറ്റിൻകരയും യാഥാർത്ഥ്യമാകുമോ? കേരളത്തിന്റെ ഭരണഭൂപടം പുതുക്കി എഴുതുമോ എന്ന് കാത്തിരുന്നു കാണാം.